ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ വൺ പീസ് എന്ന ആനിമെ വീഡിയോയിൽ ലൂഫിക്കൊപ്പമുള്ള നമ്മുടെ യാത്രയിൽ ചില കഥാപാത്രങ്ങൾ നമ്മെ എപ്പോഴും ആകർഷിക്കുകയും നമ്മുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അപൂർവരായ ചില കഥാപാത്രങ്ങളിൽ ഒരാളാണ് മിസ്റ്റർ ടു അല്ലെങ്കിൽ ബോൺഗ്ലെ. ഒരു വില്ലനായാണ് ബോൺഗ്ലെ കഥയിൽ എത്തുന്നതെങ്കിലും പിന്നീട് സത്യത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു കഥാപാത്രമാണ് കഥയിലുടനീളം ബോൺഗ്ലെ നമുക്ക് കാണാൻ സാധിക്കുക. ബോൺഗ്ലയെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവണം അല്ലേ? ബോൺഗ്ലെ എന്ന കഥാപാത്രത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഭാവങ്ങളും പ്രതികരണങ്ങളൊക്കെയാണ്. ആദ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ അതൊരു ദേഷ്യം ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് സങ്കടപ്പെടുന്ന ചില ഓർമ്മകളായി മാറുകയാവും അത്. നമ്മുടെ കൂട്ടത്തിലും ഇതുപോലുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഉള്ളിലുള്ളതൊക്കെ ഒളിപ്പിച്ച് കൂട്ടത്തിലെ കോമാളിയെ ചിരിച്ചു നടക്കുന്നവൻ. ബറോക്സ് വർക്സ് എന്ന ഗ്രൂപ്പിൽ മിസ്റ്റർ ടു എന്ന പേരിലായിരുന്നു ബോൺഗ്ലെ ആദ്യം കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മനെ മനെ നോമി അല്ലെങ്കിൽ ക്ലോൺ ഡെവിൾ ഫ്രൂട്ട് യൂസറാണ് ബോൺഗ്ലെ. ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് പോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടച്ച് ചെയ്താൽ ആ ഒരു വ്യക്തിയുടെ രൂപം സ്വീകരിക്കാനാകും എന്നതാണ് ഡെവിൾ ഫ്രൂട്ടിന്റെ പ്രധാന പവർ. അലബാസ്റ്റയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ലൂഫിയും ബോൺഗ്ലെയും ആദ്യം ശത്രുക്കളായിരുന്നു. പിന്നീട് അലബാസ്റ്റ ആർക്കിന്റെ അവസാനം തങ്ങൾ പരസ്പരം സൗഹൃദബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അങ്ങോട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഇമ്പൽ ഡൗൺ എന്ന ആർക്കിലൂടെ കാട്ടിത്തന്ന് ഹൃദയം കീഴടക്കിയ ഒരു ക്യാരക്ടറായി മാറുകയായിരുന്നു ബോൺഗ്ലെ. ഒരു യഥാർത്ഥ സുഹൃത്ത് എന്താവണം, എങ്ങനെയാവണമെന്ന് നമുക്ക് കാണിച്ചു തരാൻ ഇച്ചിരിയോടെ എന്ന ഡയറക്ടർ ബോൺഗ്ലെ എന്ന ക്യാരക്ടറിനെ വളരെ നന്നായി യൂസ് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇമ്പൽ ഡൗൺ ആർക്ക് തുടങ്ങിയതിന് ശേഷം ബോൺഗ്ലെ കാണുന്ന ഓരോ നിമിഷവും ആ ക്യാരക്ടറിനോടുള്ള ആരാധന കൂടിക്കൊണ്ടേയിരുന്നു. ലൂഫിയോടുള്ള തൻ്റെ സുഹൃത്ബന്ധം എത്രത്തോളം സത്യസന്ധവും ആത്മാർത്ഥതയുമുള്ളതാണെന്ന് മനസ്സിലാക്കി കാണിക്കാൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ ലൂഫിയെ രക്ഷിക്കാനായി അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങളുടെ കൂടെയും ഇതുപോലൊരു ബോൺഗ്ലെ ഉണ്ടാവുമല്ലോ. ആ ഒരു ബോൺഗ്ലെ താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഒരുപാടധികം സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റേത്, പ്രത്യേകിച്ച് ആനിമെ മൂവീസിനെ പറ്റിയിട്ടൊക്കെ. എന്നെ കേൾക്കാനുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ആനിമെ ഫാൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ തീർക്കാനും മറക്കരുത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സയോനര.